നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു. അഡ്വൈസ് മെമ്മോയും വന്നു കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലെത്തിയത് ഇന്നലെ രാവിലെ ആണ് എത്തിയത്. അതായത് ഇന്നലെ രാവിലെ തന്നെ ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു എന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ അവിടെ വന്ന് ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും മോനും കൂടെ പോയി. ഇന്നലെ രാവിലെ തന്നെ എനിക്ക് തോന്നുന്നൊരു 10-10:30 ആ ഒരു ടൈമിലാണ്, 10:30-11 മണിക്ക് ഇടയ്ക്ക്, തിങ്കളാഴ്ച. അപ്പോൾ ഇന്നലെ പോയിട്ട് ഞാനിത് വാങ്ങി. ഇന്നലെ തന്നെ ഇത് വാങ്ങണം എന്നുള്ളത് ഇന്നലെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വെഡിങ് ആനിവേഴ്സറിക്ക് തലേന്നായിട്ട് അഡ്വൈസ് മെമ്മോ വന്നു. ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് അന്ന് തന്നെ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററും എനിക്ക് വാങ്ങിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് തന്നെ അത് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഒരിക്കലും മറക്കത്തില്ലല്ലേ. എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ പറയും ഞങ്ങൾ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് തലേ ദിവസമാണെന്ന്. അതേ കണക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു, ഇത്രയും വയസ്സിലെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു വന്നതെന്ന് എനിക്ക് പറയാം. അതുകൊണ്ട് ഒരിക്കലും മറക്കാത്ത 2 ദിവസങ്ങളിൽ തന്നെ ഇത് രണ്ടും എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ജോയിനിങ് ആണ്. ഡിസംബർ 1-നകമാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കഴിയുന്നത്രവർക്ക് ഞാൻ കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിൽക്കുന്നതിൻ്റെ അപ്പുറം കമൻറ്റ് വരുന്നത് കൊണ്ടാണ് എനിക്ക് കുറേയേറെ പേർക്ക് റിപ്ലൈ തരാൻ സാധിക്കാത്തത്. പിന്നെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കണക്കല്ല. അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കണമെന്നൊക്കെ ഉള്ളൊരിത് വന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെ ജോയിനിങ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞൊക്കെ ഞങ്ങൾ 10-11 മണിയാകുമ്പോൾ ഇറങ്ങിയെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ ഡിസംബർ 1-നകം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഒരുപാട് പേപ്പറുകൾ ഒപ്പിക്കാനുണ്ട്. ഇനി നാളെ അതിനായിട്ട് ഇറങ്ങണം. എന്തായാലും സന്തോഷം. ഒരുപാട് പേര് കൊതിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം എൻ്റെ കമൻറ്റ് ബോക്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താണെന്നറിയത്തില്ല, എനിക്ക് കമൻറ്റ് ബോക്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എത്രത്തോളം ആളുകളാണ് സ്നേഹിക്കാനുള്ളത്, എത്രത്തോളം ആളുകളാണ് കൺഗ്രാജുലേറ്റ് പറയുന്നത്. അതിനെയും കാട്ടി എന്നെ വിഷമിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആണോ അഡ്വൈസ് കിട്ടിയത് സംശയം, അല്ലെങ്കിൽ എനിക്ക് അഡ്വൈസ് കിട്ടിയ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാർക്കോ അഡ്വൈസ് കിട്ടിയ കണക്ക്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാർക്കോ ജോലി കിട്ടിയ കണക്ക് എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നു. ഇത്രത്തോളമൊക്കെ സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടെന്ന് എനിക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തന്ന ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ അഡ്വൈസ് മെമ്മോ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ ഇട്ട വീഡിയോ. നല്ല റീച്ച് വരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളിൽ തന്നെ ഇത് സംഭവിച്ചതും എന്തോ വലിയൊരു കോയിൻസിഡൻസ് ആയിരുന്നു. അങ്ങനെയും സംഭവിച്ചു, അങ്ങനെയും ദൈവം ഒരു സന്തോഷം തന്നു. പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ട് ഞാൻ പറയട്ടെ. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുമ്പം കുറേയേറെ പേരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു കോപ്പറേറ്റീവ് എക്സാം എഴുതിയെടുത്തു. പിന്നെ വേറൊരു കാര്യം അത് ഞാൻ പറയാം. കോപ്പറേറ്റീവ് എക്സാം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് BCom കോപ്പറേഷൻ പഠിച്ചവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന എക്സാം ആണെന്ന്. ഞാൻ BCom ആണ് പഠിച്ചത്. പക്ഷേ ഞാൻ പഠിച്ച BCom ടാക്സ് ആണ്, ഫിനാൻസ് ആണ് ഞാൻ പഠിച്ചത്. പിന്നെ അതുമല്ല, നിങ്ങൾക്കറിയാം കേരള ബാങ്കിൻ്റെ അസിസ്റ്റന്റ് മാനേജർ ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനി ഡിഗ്രി ആണ് പറഞ്ഞേക്കുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി എനി ഡിഗ്രി, BA BSc BCom. ഒരു ക്രൈറ്റീരിയ ഉള്ളത് വിത്ത് 60% മാർക്ക്, മിനിമം 60% മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം. BA BSc BCom ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ പിന്നെ ഈ MBA അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഒരു മുൻഗണന കൊടുക്കും. അത്രേ ഉള്ളൂ. ഏത് നമ്മളൊരു അതേ കണക്കിൻ്റെ പരീക്ഷ വന്നതെന്ന് വെച്ചാൽ നമ്മളെ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഇല്ല, ആ പ്രിലിംസിൻ്റെ കൂടാണ് ഇതിൻ്റെ പ്രിലിംസ് നടത്തിയത്. പിന്നെ ഇതിൻ്റെ മെയിൻസ് എന്ന് വെച്ചാൽ അത് കോപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസ് ഉണ്ടല്ലോ, അത് അടിസ്ഥാനമാക്കി നടത്തിയൊരു പരീക്ഷയായിരുന്നു. അപ്പോൾ ഏത് ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റും. ഇപ്പം കുറച്ച് പരിചയക്കാരുണ്ട് ഇതിനകത്ത്. അഡ്വൈസ് വന്നപ്പം നമ്മൾക്ക് ഒരുമിച്ച് കയറാൻ പോകുന്ന കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ഉണ്ട്. അതിൽ BA പഠിച്ചവരുണ്ട്, BSc പഠിച്ചവരുണ്ട്. അപ്പോൾ എനി ഡിഗ്രി ആയിരുന്നു. പിന്നെ ഇത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയവർക്കാണ് ഈ ഒരു ഡൗട്ട്, കോപ്പറേഷൻ പഠിച്ചവർ മാത്രം ചെയ്തതുകൊണ്ടാണോ ഞാനിത് ചെയ്യാത്തതെന്ന്. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോസ്റ്റായിരുന്നു കേട്ടോ. അതേ കണക്ക് എൻ്റെ ഏട്ടൻ എനിക്ക് അഡ്വൈസ് വന്നപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ കുറച്ച് അധികം ഫ്രണ്ട്സൊക്കെ ഫേസ്ബുക്കിലുണ്ട്.
അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നതാണ് പിൻവാതിലെന്നും പറഞ്ഞിട്ട്, പിൻവാതിൽ നിയമനമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബാങ്ക് അങ്ങനെയൊക്കെ കോപ്പറേറ്റീവ് സഹകരണ ബാങ്കുകളെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു തിങ്ക് വരും അല്ലേ. പക്ഷെ ഞാനതിന് മറുപടി കൊടുത്തു. 2 PSC നടത്തിയ 2 ഘട്ട പരീക്ഷയും ഇൻ്റർവ്യൂവും ജയിച്ച് ഒരു പിൻവാതിൽ ഒരു മുൻവാതിൽ വഴി തന്നെ മേടിച്ച ജോലിയാണെന്നും പറഞ്ഞ് ഞാനൊരു റിപ്ലൈയും കൊടുത്തായിരുന്നു. അപ്പോൾ അതും കൂടി ഈ ഒരു അവസരത്തിൽ അങ്ങനെയും കരുതിയിരിക്കുന്നവരുണ്ട്. വളരെ കഷ്ടപ്പെട്ട് മേടിച്ചൊരു ജോലിയാണ്. നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എന്നെ നിങ്ങൾക്കറിയാം. എന്താണ് 2 ഘട്ട പരീക്ഷയും ഡിഗ്രി ലെവൽ PSCയുടെ പരീക്ഷ 2 ഘട്ടം എഴുതി ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്ത് അങ്ങനെ മേടിച്ചൊരു ജോലിയാണ്. അതെനിക്ക് വളരെ അഭിമാനമുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചൊരു ജോലി തന്നെയാണ്. അപ്പം എൻ്റെ ഈ ഒരു അപ്പോയിൻമെൻറ്റ് വന്നതിൻ്റെ അടുത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ആരതി എന്താ വീഡിയോ ഇടാത്തത്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടണോ എന്ന് എപ്പോഴും മനസ്സിലുണ്ട്. ഇടാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ എന്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെയാണ് എന്തൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെന്ന് അതിനെപ്പറ്റിയൊരു വ്യക്തത എനിക്ക് വന്നത്. ഇപ്പോൾ എനിക്കറിയാം എന്തൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഏതൊക്കെയാന്നൊക്കെ എന്തൊക്കെയോ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മ. പക്ഷെ ഇപ്പം കുറേ ക്ലാരിഫിക്കേഷനായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്നത് എന്താണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ വ്യാഴാഴ്ച മിക്കവാറും ജോയിൻ ചെയ്യും. വ്യാഴാഴ്ച ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. എന്തായാലും വ്യാഴാഴ്ച തന്നെ മാക്സിമം ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം നാളെ അതിനുള്ള കാര്യങ്ങളിലേക്കൊക്കെ നാളെയും ഇനി ഇറങ്ങണം. അപ്പം അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങൾ ഒരുപാട് പേരും ആഗ്രഹിക്കുന്ന, ഒരുപാട് പേരിനും ഈ ഒരു ലെറ്റർ കയ്യിൽ കിട്ടാനായിട്ട് ഒരുപാട് പേരും പരിശ്രമിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിലെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. എന്തുമാത്രം പരിശ്രമം ഞാൻ ഇതിൻ്റെ പുറകിൽ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം, എന്തുമാത്രം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. നമുക്ക് നേടണം എന്നുള്ളൊരു വാശി നമ്മുടെ വാശി എന്ന് പറയുന്നത് പലതാണ്. ദോഷമായിട്ടുള്ള വാശിയുണ്ട്, നല്ലതിന് വേണ്ടിയിട്ടുള്ള വാശിയുണ്ട്. സത്യം പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടുള്ള വാശിയാണല്ലേ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു വാശി. ആ ഒരു വാശി നമ്മൾ നേടും എന്നുള്ളത്, ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തായാലും എന്നെങ്കിലും എന്നല്ല, എത്രയും പെട്ടെന്ന് ഒരു ദിവസം തന്നെ നിങ്ങളുടെയും സ്വപ്നം സഫലമാവട്ടെ. എൻ്റെ പ്രാർത്ഥന നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെന്താണ്, നമ്മുടെ വിക്രമാദിത്യ സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്നത് കണക്ക് തന്നെ വീണ്ടും ഓടുന്നവനാണ് അല്ലേ. എനിക്ക് കറക്റ്റായിട്ട് ആ ഡയലോഗ് ഇപ്പം ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നില്ല. പക്ഷെ വീണ്ടും ഓടുന്നവനാണ് വിജയം കാത്തിരിക്കുന്നത്. അത് എൻ്റെ കാര്യത്തിൽ 100% കറക്റ്റായിട്ടൊരു കാര്യമാണ്. പലയിടത്തും വീണു പോയിട്ടുണ്ട്, ഒരുപാട് തവണ നിർത്താമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന് വീണ്ടും ഓടിയത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വെച്ചേക്കുക. ഇതിലും വലിയൊരു മോട്ടിവേഷൻ എനിക്ക് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനായിട്ടില്ല. അപ്പം അത് കണക്കൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, ഉദാഹരണം ആരതി എന്നും പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ആരും ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ ചിരിയാണോ എന്തുവാണെന്ന് അറിഞ്ഞില്ല. അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉദാഹരണം ആരതി എന്നും പറഞ്ഞിട്ട് ആരാ കമൻറ്റ് ഇട്ടേന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ചിരിയാ വന്നത് അത് കണ്ടപ്പം. പക്ഷെ സന്തോഷവും തോന്നി കേട്ടോ അങ്ങനെയൊക്കെ ഇട്ടത് കണ്ടപ്പം. അപ്പം എന്തായാലും ഇനിയൊന്നും ഇല്ല പറയാൻ. ഞാൻ ഇനിയും വീഡിയോസും ഒക്കെ ആയിട്ട് വരും. അപ്പം ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരാം. പിന്നെ ആരൊക്കെയോ കമൻറ്റ് ഇടുന്നുണ്ടോ അപ്പോയിൻമെൻറ്റിൻ്റെയൊക്കെ അഡ്വൈസ്, അപ്പോയിൻമെൻറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സൊക്കെ ഇടണേന്ന്, അതൊക്കെ വരും ദിവസങ്ങളിൽ ഇനി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.